പ്രേമം സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലൊക്കെ ഈ ജോർജ് മേരിയോട് പ്രണയം അഭ്യർത്ഥിക്കുന്നതും അവളുടെ പുറകെ നടക്കുന്നതൊക്കെ പല രംഗങ്ങളും, ആ സൈക്കിളിൽ ഇവർ കൂട്ടുകാരൊക്കെ പോകുന്ന രംഗങ്ങളും ആ ഓടുന്ന രംഗങ്ങളൊക്കെ ഈ പാലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ ഒരു സ്റ്റോറേജാണിത്. ഇതിൻ്റെ അടിയിലൂടെ വെള്ളം പോകാനുള്ള സംവിധാനമാണ്. 10-50 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാലം, ഈ ഒരു കനാൽ ആക്ച്വലി നിർമ്മിക്കുന്നത്. കാരണം ഈ പറവൂർ ഭാഗങ്ങളിലേക്കുള്ള ആളുകൾക്ക് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് വെള്ളം നൽകുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കനാലാണത്. പിന്നീട് തുടർന്ന് അങ്ങോട്ട് അത് ഏതോ രീതിയിൽ അതിൻ്റെ ആവശ്യകത ഇല്ലാതായി തീരുകയും ഇത് പ്രയോജനപ്പെടുത്താതെ ആവുകയും ചെയ്തു ഈ കനാൽ. പിന്നീട് ആളുകൾ ഇതിലൂടെ രാവിലെയും ഒക്കെ സഞ്ചരിക്കാനും നടക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. കമിതാക്കൾ അതുപോലെ തന്നെ ലഹരി മാഫിയ ഒക്കെ ഈ പാലം കേന്ദ്രീകരിച്ചുകൊണ്ട് തമ്പടിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാലം അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളിലും. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു പാലത്തിലൂടെ കയറാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രവേശന കവാടം ഇതുപോലത്തെ 2-3 പ്രവേശന കവാടങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം ഗേറ്റ് ഇവർ ഈ പറയുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 1 ലക്ഷം രൂപ ചിലവായി എന്നൊക്കെ പറയുന്ന ആ ഗേറ്റ് ഈ സ്ഥലത്ത് മാത്രം സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിലൂടെയാണ് ഈ പ്രേമം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ പാലത്തിലേക്ക് കയറുന്നത്. കണ്ട, ഇതിൻ്റെ 2 വശങ്ങളിലും, ഈ പാലത്തിൻ്റെ 2 വശങ്ങളിലും വീടുകളാണ്. ഈ പാലം പൂട്ടി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പാലം എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ എൻഡിലാണ് താമസം. അഥവാ നമ്മുടെ മേരിയുടെ വീടല്ലേ പ്രേമത്തിൻ്റെ. അപ്പോൾ ഞാൻ ചുമ്മാ ഇന്ന് അതുവഴി നടക്കാനൊരു മടിയാകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ആ വഴിക്ക് അവിടെ എന്തോ അടച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ചുമ്മാ നൈസായിട്ട് ഞാനും ഇപ്പോൾ ഈ പാലത്തിലൂടെ ഇപ്പോൾ ഏതാണ്ട് ഇതൊരു എത്ര നീളമുണ്ട്? ഇതിന് 2 കിലോമീറ്റർ ഉണ്ടാവില്ല? 4 കിലോമീറ്റർ വന്നു ടോട്ടൽ. 4 അതിന് പ്ലസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ 2 അല്ല 4 കിലോമീറ്റർ ഉണ്ട് ഓൾമോസ്റ്റ്. അരമണിക്കൂറോളം നടക്കാനുണ്ട്. ഞാൻ അരമണിക്കൂറിലേറെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് ഏതെങ്കിലും വകുപ്പിൽ പെടുത്തിയിട്ട് ശരിക്കും സർക്കാരിന് മാറ്റാവുന്നതാണ്. അതിന് പകരം ഇപ്പോൾ ഈ പാലം പൂട്ടിയിരിക്കുകയാണെന്ന് എന്ത് അടിസ്ഥാനത്തിൽ, എന്തിനാണ് ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു പാലം പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്കും മനസ്സിലായില്ല. പക്ഷേ ഇതിൻ്റെ വേറെ റീസൺസ് ഉണ്ട്. അഥവാ ഇത് പൂട്ടിയതിന് ശേഷം ഇവിടെ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ നാട്ടിലെ ആളുകൾ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി അതാവാം. കാരണം ഇത് ഗതാഗതത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു വേ അല്ല ഇപ്പോൾ കറൻ്റ്. കാരണം പൊളിഞ്ഞൊക്കെ ഇരിക്കുകയല്ല. അപ്പോൾ നടക്കാൻ ആക്ച്വലി പറ്റുന്നത്, അഥവാ നമുക്ക് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ വാക്ക് വേസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ക്യൂൻസ് വേ, അത് മറൈൻ ഡ്രൈവ് പോലെ ഒരു വാക്കിംഗ് സെറ്റപ്പിനാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഒരു സ്പോട്ടാണ്. നമ്മളിപ്പോൾ റൂമിൽ നിന്നാണെങ്കിൽ പോലും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട്. അഥവാ കുറച്ച് വരാറുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഏതാണ്ട് കുറേ ദൂരം നടന്നിട്ട് ഇതിൻ്റെ എൻഡ് എത്തിയിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ പ്രേമം ബ്രിഡ്ജിൻ്റെ ഏതാണ്ട് ഈ പ്രദേശത്തേക്കായിട്ടാണ് ഈ UC കോളേജൊക്കെ വരുന്നത്. എന്തായാലും ഇപ്പം ഈ ഒരു ഭാഗത്തൂടെ ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇരുമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ചൊരു ഗേറ്റാണ് കേട്ടോ. ഇതുപോലെ 2-3 ഗേറ്റുകൾ ഈ പാലത്തിൻ്റെ 2-3 പ്രവേശന കവാടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഇതുപോലത്തെ 2-3 ഇരുമ്പ് ഗേറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചിലവായി എന്നാണ് കേൾക്കുന്നത്. ഇവിടെ ലഹരി മാഫിയയാണ് നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ, ലഹരി മാഫിയയുടെ ശല്യമാണ് ഇവിടെ ഉള്ളതെങ്കിൽ CCTV ഇവിടെ സ്ഥാപിക്കുക, അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരിക. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഈ ഗേറ്റ് വെച്ച് പൂട്ടുകയാണോ വേണ്ടത്? ശരിക്കും പൂട്ടണം നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? കാരണം നമ്മളിപ്പോൾ ആലുവയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ്സില്ലെങ്കിൽ നമുക്ക് ഈ വഴി നടന്നു വരാൻ ഭയങ്കര സുഖമാണ്. ഞാൻ ഇപ്പോൾ ആലുവയിൽ ബസ് ഇറങ്ങിയിട്ട് ഈ വഴി ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകണം. സ്ഥിരം ഇതുവഴി നടന്നിരുന്ന ആളാണോ? സ്ഥിരം നടന്നു വന്നതല്ല, വരാറുണ്ട്. ഇടക്ക്. ഇതെൻ്റെയാണിത് നമ്മുടെ UC കോളേജിൻ്റെ ഇറക്കമുണ്ട്. ആ ഇറക്കത്തിൻ്റെ അവിടെ എൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് ആലുവ മാർക്കറ്റിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം പൂട്ടുന്നതിന് പകരം, അടച്ചു പൂട്ടുന്നതിന് പകരം ഏതെങ്കിലും ഒരു പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്ന് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇതിനെ മാറ്റണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇത്രയും നീളമുള്ളൊരു പാലം, കൊടൈറ്റ് പാലം കേരളത്തിൽ മറ്റേതെങ്കിലും ജില്ലകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പാലത്തിലുള്ള ഒരു നടത്തം എന്ന് പറയുന്നത്.